കായിക താരത്തെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ 4 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 30 ആയിരിക്കുന്നു. CK അഭിലാൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. അഭിലാൽ, 64 പേരുടെ വിവരങ്ങളാണ് പെൺകുട്ടി പങ്കുവച്ചിരിക്കുന്നത്. അതിൽ 30 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി എത്ര പേർ കസ്റ്റഡിയിലുണ്ട്, മറ്റുള്ളവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എവിടെയുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു? 64 പേരിൽ നിന്നും ദുരനുഭവം ഉണ്ടായി എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. ഏറെക്കുറെ 35-നടുത്ത ആളുകളെയാണ് നിലവിൽ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്നും രാവിലെയും ഇന്നലെ രാത്രിയിലുമായി 13 പേരെയാണ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ 10 പേരുടെ അറസ്റ്റ് 2 ഘട്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 6 പേരുടെ അറസ്റ്റും അല്പം മുൻപ് മറ്റ് 4 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ കേസിൽ പിടിയിലായ ആകെ ആളുകളുടെ എണ്ണം 30 ആയിരിക്കുകയാണ്. കസ്റ്റഡിയിലുള്ള മറ്റ് 3 പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ പങ്ക് വ്യക്തമാകുന്ന മുറയ്ക്ക് ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയായോ ഇവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ കേസിൽ പ്രതിയാകാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി ചിലർ ജില്ലയ്ക്ക് പുറത്തേക്ക് കടന്നതായി ചില സംശയങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതര ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കേസ് അന്വേഷണത്തിന് ഒരു അന്വേഷണ സംഘത്തിൽ ഒരു പുനഃസംഘടന സംഭവിച്ചിരിക്കുന്നു. DIGയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പത്തനംതിട്ട SP-യുടെ നേതൃത്വത്തിൽ 25-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അത്രമേൽ ഗൗരവ സ്വഭാവം ഈ കേസിനുണ്ട് എന്ന് പോലീസും കണക്കാക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോക്സോ കേസുകളിൽ ഏറ്റവും കൂടുതൽ പ്രതികളുള്ള ഒരു കേസായി ഇത് മാറ്റപ്പെടുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അഭിലാൽ, ഈ പെൺകുട്ടി ഇപ്പോൾ സർക്കാർ സംരക്ഷണയിലാണല്ലോ. കുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് കാര്യങ്ങൾ, കുട്ടിയുടെ മാനസിക നിലയ്ക്ക് ഇപ്പോഴെങ്ങനെയാണ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിൽ നിന്നും ഇന്നലെ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ അമ്മയുടെ സാന്നിധ്യം കൂടി പോലീസ് ഉറപ്പാക്കിയിരുന്നു. പെൺകുട്ടിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ഏതെങ്കിലും ആശങ്കയോ മാനസികമായ പ്രയാസങ്ങളോ ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 3-3.5 വർഷ കാലയളവിലായി പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ട്രോമാ ഘട്ടം പിന്നിട്ടു എന്നുള്ളത് തന്നെയാണ്. അതേസമയം പെൺകുട്ടിക്ക് മുൻപാകെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പത്രവാർത്തയോ അല്ലെങ്കിൽ ടെലിവിഷൻ വാർത്തയോ ശ്രദ്ധയിൽ വരാതിരിക്കാനുള്ള പ്രത്യേക നീക്കം ഉണ്ടാകണമെന്ന് CWC പോലീസിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴും മഹിളാ മന്ദിരത്തിൽ മടങ്ങിയെത്തുമ്പോഴും ന്യൂസ് ചാനലുകൾ വെച്ച് നൽകുകയോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ശ്രദ്ധയിലേക്കോ വരാതിരിക്കാനും ദൃശ്യ മാധ്യമങ്ങൾ ഒരു തരത്തിലും ഇവരുടെ ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത ഉണ്ടാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പൊതുവെ ഈ പെൺകുട്ടിയുടെ കൗൺസിലിംഗ് കൂടി പൂർത്തിയാക്കിയ ഘട്ടമായതിനാൽ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് CWCയിൽ നിന്നും പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം.